വെൽക്കം ടു ക്ലാസിക് കേരള PSC. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്, ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ പുലേ മഹാസഭ സ്ഥാപിച്ചത്, അതും ശരിയാണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്, ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നോക്കി, മരുതം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിയിലോട്ടാണ് പോകുന്നത്. തണ്ണീർത്തട കൃഷിയാണ് മരുതം. അടുത്തത് പാലായി വരുന്നത് കൊള്ളയടിക്കാരുടെയാണ് പാലായി എന്ന് പറയുന്നത്. മുല്ലയാണെങ്കിൽ മൃഗസംരക്ഷണമാണ്. നെയ്തലാണെങ്കിൽ ഉപ്പ് നിർമ്മാണമാണ്. അങ്ങനെ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് ബി ആണ്. ഓക്കെ, 1 നിന്ന് സിയിലോട്ട്, 2 നിന്ന് ഡിയിലോട്ട്, 3 നിന്ന് എയിലോട്ട്, 4 നിന്ന് ബിയിലോട്ട്. അങ്ങനെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഓപ്ഷൻ ബി ഗാന്ധിജിയാണ്. നാലാമത്തെ ചോദ്യം, 1604 സാമൂതിരിയായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഓക്കെ, നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വാൻഡർ ഗോഹനാണ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി. ഈ കൊടുത്തിട്ടുള്ള 4 സംഘടനകളെയും അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടതെന്നുള്ളതാണ്. രാജ്ഗുരുവാണ് 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത്. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയല്ലാത്തവ. ഓക്കെ, രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയുമാണ് ശരിയല്ലാത്തവ. ഒൻപതാമത്തെ ചോദ്യം, ആരാണ് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി? വിഷ്ണു ഡിയോ സായി ആണ്. പത്താമത്തെ ചോദ്യം, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ വോട്ട് ചെയ്തവർ ഏതൊക്കെ രാജ്യങ്ങളാണെന്നാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, രണ്ടാമത്തെ ഉത്തരം മാത്രം, അതായത് ഇന്ത്യ മാത്രമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക, ഇവയിൽ ഏതാണ് ശരി? ഓക്കെ, 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഇ ആണ്. മുകളിലുള്ള എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക, ഇവയിൽ ഏതാണ് ശരി? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നതും മുകളിലുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 14ാമത്തെ ചോദ്യം, പാമ്പാടം ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ 4 എണ്ണവും ഇടുക്കി ജില്ലയിലാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പെയ്സ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പെയ്സിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ഇതാണ്, പ്ലാങ്ക്ടോൺ എറോസൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. ഓക്കെ, 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 16ാമത്തെ ചോദ്യം, GSTയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ എന്താണ്? തെറ്റാണ്. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ, 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് 18ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ്. ഓക്കെ, 19ാമത്തെ ചോദ്യം, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 20ാമത്തെ ചോദ്യം, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 5.8%. ഓക്കെ,
21ാമത്തെ ചോദ്യം 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്, ഭരണഘടനയിലുള്ള വ്യവസ്ഥ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിലുള്ളത്. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് ഓപ്ഷൻ ബി 1971 താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ ആണ്. ഓക്കെ, അടുത്തത് ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. 27 താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഓക്കെ, 29ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാമെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 30 എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? 32 ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമായിരുന്നു. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. 33ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ശോണിതപുരമാണ്. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? 34ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, MT വാസുദേവൻ നായരാണ്. ഓക്കെ, ഓപ്ഷൻ ബി 1995 MTക്ക് ജ്ഞാനപീഠം കിട്ടിയത്. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരിയാണ്. 36ാമത്തെ ചോദ്യം പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം, ഘൂമർ ഏത് സംസ്ഥാനത്തുള്ളതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി രാജസ്ഥാൻ. ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ ഡി 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ഓപ്ഷൻ എ ചിത്തിര തിരുനാളാണ്. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ സി മിലാനും കോർട്ടിന ഡി ആംബസോയും. 40ാമത്തെ ചോദ്യം ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഗീതാഞ്ജലിയിലെ വരികളാണ് തന്നിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇൻപുട്ട് ഉപകരണമായിട്ട് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത് സ്കാനർ മാത്രമാണ്. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ വേർഡ് പ്രോസസ്സർ ആണ്. ഓക്കെ, വേർഡ് പ്രോസസ്സർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, 43ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 44ാമത്തെ ചോദ്യം ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. 44ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രൗസർ ആണ്. ഓക്കെ, 45 IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം 2000. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എത്രയാണ്? ഓപ്ഷൻ ബി 8.3 മിനിറ്റ് ആണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി കണികാ ഭൗതിക ഗവേഷണമാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വഴിയാണ്. എന്ത് വഴിയാണ്? 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി അണു സംയോജനം വഴിയാണ്. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി കോശ ശ്വസനം. COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ദുബായിലായിരുന്നു COP28 നടന്നത്. ഓക്കെ, 51ാമത്തെ ചോദ്യം. 51 മുതൽ മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. നമ്മൾ ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് വായിക്കത്തില്ല, ഉത്തരം വായിച്ചു പോകത്തേ ഉള്ളൂ. 7x + 2 = 49 2x - 3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8/3 ആണ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര
സംഖ്യകളുടെ തുക എത്രയാണ്, അവയുടെ തുക എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 8/15. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ വലിയ സംഖ്യ ഡാഷ് ആണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 24. തുടർച്ചയായി 4 ഒറ്റസംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4-ൽ ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ ആരായിരിക്കും? ഓപ്ഷൻ ബി 241 ആയിരിക്കും. ഓക്കെ, 55ാമത്തെ ചോദ്യത്തിൽ വരുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 16 ദിവസമാണ്. 56 ഒരു പാറ്റേൺ എന്നിട്ട് അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 184. അടുത്തത് സമയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഫിസിക്സ് ആണ് കറക്റ്റായിട്ട് അത് വരുന്നത്. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പി ക്യു എന്നത് കേന്ദ്രവും ഒ ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. വൃത്തത്തിൽ ആർ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. എസിൽ പി ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ വായിച്ചാലേ കറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 42 ഡിഗ്രിയാണ്. PQRൻ്റെ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഈ ഒരു സംഭവം എഴുതുകയാണെങ്കിൽ എഡ്യൂക്കേഷനെ എങ്ങനെയാണ് എഴുതുന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഈ രീതിയിലാണ് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പേരക്കുട്ടി എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് 61ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 155 ഡിഗ്രിയാണ് വരുന്നത്. 62ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2:11 ആണെങ്കിൽ 3-ന് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. 62ൻ്റെ ഉത്തരം ഓപ്ഷൻ എ 30 ആണ്. അടുത്തത് ഒരു മാസത്തിലെ 6ാമത്തെ ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18ാം ദിവസം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 33 ആണ്. സോറി, ഓപ്ഷൻ സി ആണ്, ഞായറാഴ്ചയാണ്. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 12 ത്രികോണങ്ങളുണ്ട്. ഓക്കെ, 65ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 5 കിലോമീറ്റർ. അടുത്ത 66ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 33. 67 കാട് എന്നാൽ മൃഗശാലയാണെങ്കിൽ കടലിന് ഏത് കൊടുക്കാമെന്നുള്ളതാണ്. അക്വേറിയമാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരം. 68ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 5, 10, 26, 50. അടുത്ത ഉത്തരം എത്ര വരും? ബി 122 ഉത്തരം. 237-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 23,700 കിട്ടുന്നതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 0.01. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 5418 എന്ന് പറയുന്ന സംഖ്യയാണ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് 71ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ആണ് വരുന്നത്. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 71ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 72 കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 73ാമത്തെ ചോദ്യത്തിലെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി QPRS എന്നാണ് ഓർഡർ വരുന്നത്. 74ാമത്തെ ചോദ്യം 74ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അഫക്റ്റ് ആണ്. 75 സിനോണിമം ഓഫ് വെനറേറ്റ് എന്താണ്? 75ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ റെസ്പെക്റ്റ് ആണ്. 76 ആന്റണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻവിഗറേഷൻ ആണ് ഉത്തരം. 77 ഇതിൽ റിലേറ്റഡ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 78ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നിംബസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. 78ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 79ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് എന്നാണ് ഉത്തരം. 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആം ഗോയിങ് എന്നുള്ളതാണ്, ഐ ആം ഗോയിങ് എന്നാണ് വരുന്നത്. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കോസ്റ്റ്ലിയർ ദാൻ എന്നുള്ളതാണ്. 82 ഷീ എഗ്രി ഡാഷ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2. ഓക്കെ, എഗ്രി ടു എന്നാണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൊമിനൻ്റ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് 84ാമത്തെ ക്വസ്റ്റ്യനിൽ ഹിസ് ക്യാബിനറ്റ് ഡേഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. 84ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്യാബിനറ്റ് ഈസ് ആണ് വരുന്നത്. നെക്സ്റ്റ് 85 നോ സൂണറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ദാൻ ആണ്, നോ സൂണറിൻ്റെ കൂടെ ദാൻ ആണ് ഉപയോഗിക്കുന്നത്. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഹാഡ് ഗിവൺ എന്നുള്ളതാണ്. 87 ദേ ഡാഷ് മൈ റൈറ്റിംഗ്സ് എന്നാണ് ചോദ്യം. 87ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻ സി സീംഡ് ടു ഹാവ് ഡിസ്ലൈക്ഡ് എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇതിൽ ശരിയായിട്ടുള്ള സെൻറ്റൻസ് എഴുതാനാണ് 88ാമത്തെ ചോദ്യം. ഉത്തരം ഐ തിങ്ക് ഹിം എ സിലി ബോയ് എന്നുള്ളതാണ്. ഓർണിത്തോളജി എന്താണ്? ഓർണിത്തോളജി എന്ന് പറയുന്നത് ഓപ്ഷൻ എ പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. സെലക്ട് ദി ആൾട്ടർനേറ്റീവ് വേർഡ് ഓഫ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ഓക്കെ ഫ്രം ദി ഫോളോയിങ്. ഈ പറയുന്ന അതിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അൺപ്ലസൻ്റ് എന്നാണ്. ഓക്കെ, അൺപ്ലസൻ്റ് ആണ് വരുന്നത്.
പറയുന്നുണ്ട്. അടുത്തത് മലയാളത്തിലെ ചോദ്യങ്ങളാണ്. 91ാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അരോഗ ശരീരം എന്നാണ് കറക്റ്റ് പറയുന്നത്. 92 ഓക്കെ ചേർത്ത് എഴുതിയാൽ എന്ത് വരും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ഒന്നാമത്തെയും മൂന്നാമത്തെയും ശരിയാണ്. ഓക്കെ ഒന്നാമത്തെ രണ്ടാമത്തെ ശരിയാണ്. പോട്ടവൻ പോട്ടയവൻ ഇത് രണ്ടും പറഞ്ഞാൽ ശരിയാണ്. 93ാമത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻ എ കാട്ടി പ്ലസ് ഏൻ ആണ് കാട്ടിനേൻ. ഓക്കെ 94 ഇതിൽ തെറ്റില്ലാത്ത വാക്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. അടുത്തത് ഈ പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസിന് യോജിച്ച മലയാള വിവർത്തനം എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും കൃത്യമായ മലയാള വിവർത്തനം. 96 തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. 96ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മധൂലിയാണ്. ഓക്കെ 97ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മധുരിച്ചിട്ട് തുപ്പാനും മേല കച്ചിട്ടിറക്കാനും മേല എന്നുള്ളതാണ്. 98 എതിർലിംഗം എഴുതുക. ചെട്ടിച്ചിയുടെ എതിർലിംഗം എന്താണ്? ഓപ്ഷൻ എ ചെട്ടിയാണ്. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പീതാംബരനാണ്. ഓക്കെ പീതാംബരനാണ്. ഇത് രണ്ടും സ്പെല്ലിംഗ് തെറ്റാണ്. പീതാംബരൻ ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്നതിൽ എല്ലാം ശരിയാണ്. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം ഈ അർത്ഥങ്ങളെല്ലാം വരും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.